ഹലോ ഗായ്സ്, അങ്ങനെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ രാവിലത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ അനിമോൾ തന്നെയാണ്. അനിമോൾ ആദില നൂറയോട് പറഞ്ഞു, ആ ഡിസ്കഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഷാനവാസിക്കയോട് പറഞ്ഞു, ഷാനവാസിക്കയായിട്ട് സംസാരിക്കുകയാണ്. ഷാനവാസിക്ക മൈജി കോർണറിൽ വിളിച്ചുകൊണ്ട് വന്ന് വീണ്ടും രഹസ്യമായിട്ട് സംസാരിക്കുകയാണ്. അനിമോൾ പറയുന്ന ഒരു കാര്യം എനിക്കത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് പേടിയാവുന്നു. എന്ത് പേടിയാവുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ആ ഇഷ്ടം ക്ലോസ് ചെയ്തു, ഓക്കെ, അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് പേടിയാവുന്നു എന്ന് പറയുന്നത്? കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ ഒരിക്കലും മറക്കരുതെന്നുള്ളത്. നമ്മളെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റണില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മളുടെ ആക്ടിങ്, നമ്മൾ ഒരു ഇതില്ലാതാണ്, സാധാരണക്കാരനാണ്. ഞാൻ പറഞ്ഞ കണക്ക് സീരിയലും സിനിമയോ അല്ലെങ്കിൽ കോമഡി സ്റ്റാർ ഒന്നും അല്ല ഇതൊരു വലിയ റിയാലിറ്റി ഷോയാണ്. ഇവിടെ പലതരത്തിലുള്ള ആൾക്കാർ വരും, പലതരത്തിലുള്ള ക്യാരക്ടറുള്ള ആൾക്കാരായിരിക്കും, അവരുടെ ബിഹേവിയർ പലതരത്തിലായിരിക്കും. അപ്പോൾ ആരോ കൂടെ അടുക്കാതിരുന്ന, ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് കളിച്ചുകൊണ്ടിരുന്ന, ഒരൊറ്റ ഫ്രണ്ട്ഷിപ്പ് പോലും അവർക്ക് കീപ്പ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്ന ഒരു വ്യക്തിയാണ്. ഏതുകൊണ്ടോ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ എന്തായാലും ഷാനവാസൊക്കെയായിട്ട് കൂട്ടുകൂടിയതിന് ശേഷം പിന്നീട് ഉണ്ടായ സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഷാനവാസിക്ക് ഇവിടെ ചോദിക്കുന്ന ഒരു ഭയങ്കര വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. നീ എന്താണ് വിചാരിക്കുന്നത്? മനുഷ്യരല്ലേ, ആണുങ്ങളല്ലേ, അവരെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയും അത് കണക്ക് ഇഷ്ടമാണെന്ന് പറയുകയും അതുപോലെ തന്നെ ഫ്ലൈയിങ് കിസ് കൊടുക്കുകയും പിന്നെ ലവ് ചിഹ്നം കാണിക്കുകയും പില്ലോ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ അവനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിൻ്റെ ബിഹേവിയർ അങ്ങനെ ആയിരുന്നു, നിൻ്റെ പെരുമാറ്റം അത്തരത്തിലുള്ളതായിരുന്നു. അവനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിനക്ക് അവനെ ഇഷ്ടമാണെന്നുള്ള രീതിയിലായിരുന്നു നിൻ്റെ പെരുമാറ്റം. ആ പെരുമാറ്റമാണ് നിൻ്റെ ഈ കുഴപ്പത്തിലാക്കിയത്. ഇതിപ്പോൾ അയാൾ തമാശയായിട്ട് എടുക്കണമെന്നില്ല, എല്ലാ മനുഷ്യരും തമാശയായിട്ട് എടുക്കത്തില്ല. അവൻ അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ്, അവൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. ഞാൻ തന്നെ ഒരു ഫ്രണ്ട് ആവാൻ വേണ്ടി അവൻ്റെ പുറവേ നടന്നിട്ടാണ് ഒരു ഫ്രണ്ട് ആയത്. അപ്പോൾ നീ എങ്ങനെ കാണിക്കുമ്പോൾ നിനക്കത് തമാശയായിരിക്കും, പക്ഷേ അവനത് തമാശയായിട്ട് എടുക്കണമെന്നില്ലല്ലോ. ഞാനും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും. പിന്നെ അതണക്ക് തന്നെ അനിമോൾ നമ്മൾക്ക് ഒരുമിച്ച് കൃഷി ചെയ്ത് ജീവിക്കാം, അതുപോലെ തന്നെ ജയിലിൽ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗും, ആ ഒരുമിച്ച് കിടന്നിട്ടുള്ള കാര്യങ്ങളും, സ്റ്റോറി പറച്ചിലും, ഇതൊക്കെ പുതുമയായിട്ട് വിചാരിക്കുന്ന ഒരു മനുഷ്യന് ഇതൊക്കെ തന്നെ ധാരാളമാണ് ഒരു ഇഷ്ടം തോന്നാൻ. അപ്പോൾ അയാളതൊരു ഇഷ്ടം തുറന്നു പറഞ്ഞത്, വെറും ഇഷ്ടമല്ല പറഞ്ഞത്, വിവാഹം കഴിക്കാനുള്ള താല്പര്യമാണ് പറഞ്ഞത്. താല്പര്യമില്ലെങ്കിൽ അവിടെ നോ. അത് ഈ പേടിയാവുന്നു എന്താ ആരെങ്കിലും എടുത്ത് വിഴുങ്ങിയ ഒരു മോശപ്പെട്ട ഒരു നോട്ടം പോലും ആ മനുഷ്യന് ഒരു വ്യക്തികളെയും നോക്കുന്നു. എത്രയോ സ്ത്രീകളുണ്ടായിരുന്നു, അനുമോളെങ്കാട്ടി എത്രയോ സുന്ദരികളായിട്ട് സ്ത്രീകളുണ്ടായിരുന്നു. എനിക്ക് അനുമോളെങ്കാട്ടി സൗന്ദര്യമുണ്ടെന്ന് തോന്നിയ ലക്ഷ്മിനെയാണ്. അത്രയും സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും ഒരു നോട്ടം കൊണ്ട് പോലും അയാളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടാവാത്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യൻ അയാൾക്ക് ഇഷ്ടം തോന്നി, ഏത് പുറത്തേക്ക് പോയി എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അതിനൊക്കെ എന്തിനാണ് പേടിയാവുന്നു പറഞ്ഞ് അത് വെറുതെ ഇങ്ങനെ ക്രിഞ്ചടിച്ച പോലെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു അനിമോളാണ്. ഷാനവാസിക്കയോട് പറഞ്ഞു, എത്രയോ നേരമായെന്നറിയാം ഇത് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അയാൾ കാര്യം കഴിഞ്ഞു, അയാൾ പോയിട്ട് നാളെ പോകുമെന്നും പറഞ്ഞിട്ട് ആ പാപിടിച്ചവൻ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞത് വെപ്രാളപ്പെട്ട് പറഞ്ഞത് നാളെ അയാൾ പുറത്ത് പോകുമെന്നങ്ങനെ വിചാരിച്ചായിരിക്കും. ആരെങ്കിലും ഒരാൾ പുറത്ത് പോയാൽ അനിമോളോ അയാളോ നാളെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അതുമല്ല, ഈ ആദില നൂറായിട്ട് വഴക്കിട്ട സമയത്ത് പറയുകയും ചെയ്തു, എപ്പോഴെങ്കിലും ഞാൻ വിളിക്കാം ചേട്ടാ, ഞാൻ ഗുരുവായൂർ എത്തുമ്പോൾ വിളിക്കാം, എനിക്ക് പിന്നെ അതിനൊക്കെ റെഡ് റോസാപ്പ് കൊണ്ടുവരണേ എന്നൊക്കെ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബർത്ത്ഡേക്ക് റെഡ് റോസാപ്പ് കൊണ്ടുവരണേ. ഇതൊക്കെ ഒരു പാവപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഒരു സ്നേഹം, ഒരു പ്രണയമൊക്കെ ഉണ്ടാക്കാനൊക്കെ വളരെ വലിയ ഘടകമാണ്. അനുമോളെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പുള്ളി എല്ലാ ആൾക്കാരോടും ഇതേണൊക്കെ ചെയ്യുന്നതാണെന്ന്. ജിഷിൻ ചേട്ടൻ വേറെ ആരേണ്ട കാര്യം പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ജിഷിൻ ചേട്ടൻ വേറെ ആരോട് നിനക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ സകലമാന ആണുങ്ങൾക്കും ഇഷ്ടം കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു ആക്ടിങ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇതൊരു റിയാലിറ്റി ഷോ, ഇത്രമാത്രം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ വന്നിരുന്ന ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള കാണിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു സ്നേഹം വന്നത് തെറ്റായിട്ടൊന്നും ഒരു മനുഷ്യന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരെ വിവരമില്ലാത്തവരെന്ന് എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ അയാളൊരു കുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സമ്മറണ്ണനൊക്കെ വേനലണ്ണനൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. അയാൾ എവിടെയാണ് കുട്ടിയുടെ ജീവിതം വെച്ച് നശിച്ച്? എന്ത് കുട്ടിയുടെ 16 വയസ്സുള്ള കുഞ്ഞാവയൊന്നും അല്ലല്ലോ അനിമോളെ നമുക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ എന്നാലും ഒരാളിനെ ഇകഴ്ത്തിക്കെട്ടിക്കൊണ്ട് വീഡിയോ ഇടുന്നത് മോശമാണ്. കാരണം അയാളെ സംബന്ധിച്ചോളം അയാൾ മെച്യൂരിറ്റിയുള്ള മനുഷ്യനാണ്. അതുപോലെ അനിമോളും വളരെ മെച്യൂർഡായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ്. അത്ര പ്രായമുണ്ട്. പിന്നെ കാണിക്കുന്ന കയ്യിലിരിപ്പെന്ന് പറഞ്ഞാൽ 10 വയസ്സുള്ള പിള്ളേരുടെയാണ്. അതേ ഉള്ളൂ പ്രശ്നം. അതിന് അയാളെ കുറ്റം പറയാനായിട്ട് ഒരു അവകാശമില്ല ആർക്കും.